ഹായ് കൂട്ടുകാരെ, ടൈംലെസ് ട്രാവൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന സാധനമേ ഇത് അത്ര നിസ്സാരമായിട്ടൊന്നും കരുതണ്ട കേട്ടോ. ഇതാണ് അവരേക്കായ്. ഈ ബംഗളൂരു കർണാടകയുടെ സ്പെഷ്യൽ ഒരു സാധനമാണ്. ഈ സാധനത്തിൽ നിന്ന് വരുന്ന സാധനമാണ് ഇത്. അവരേക്കായ് എന്നാണ് ഇവിടെ പറയുക. ഇതൊരു സൈസ് പയറാണ്. ഇനി ഈ പയർ കൊണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന് ഇത്തിരി പ്രോസസ്സ് ഉണ്ട്. അതായത് ഇതിനകത്തുനിന്ന് ഈ വിത്ത് എടുത്തിട്ട് ഇനി ഇതിനെ വെള്ളത്തിലിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഭയങ്കര എന്താ പറയുക, ആരോഗ്യത്തിന് നല്ല സാധനമാണ്. ഇത് കർണാടകത്തിൽ മാത്രമേ ഇത് കാണാൻ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. വേറെ ഒരു സംസ്ഥാനത്തിലും ഞാൻ ഇങ്ങനെ കഴിക്കുന്ന കണ്ടിട്ടില്ല. ഇതും റാഗി മുദ്ദയും കൂടെ കഴിച്ച എൻ്റെ ദൈവമേ ഭയങ്കര ഇതാണ് കേട്ടോ. എന്താ പറയുക, ഒരു അത് കഴിച്ച് തന്നെ അറിയണം. ചൂടോടെ അവരേക്കായ് സാമ്പാറും റാഗി മുദ്ദയും സൂപ്പർ കോമ്പിനേഷനാണ്. റാഗി മുദ്ദ ഉണ്ടാക്കാൻ എനിക്ക് അത്ര അറിയില്ല, പക്ഷേ ഈ അവരേക്കായ് സാമ്പാർ എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ അവരേക്കായ് എന്ന് പറഞ്ഞത് ഞാൻ ആ ഗ്രീൻ പീസ്, നമ്മൾ ഹോൾ ഗ്രീൻ പീസ് തൊലിച്ച് എടുക്കുന്നത് പോലെ ഇതിലെ ഷെല്ലിൻ്റെ അകത്തുനിന്ന് പൊളിച്ചെടുത്തപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ കഷ്ടിച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. ഇതിൻ്റെ ഒരു പുറന്തോടുണ്ടല്ലേ, ഈ പുറന്തോട് ഇത് നമ്മളെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇങ്ങനെ പിതുക്കി കളയണം. അപ്പോൾ ഇത് വെള്ളത്തിലിട്ടാലേ അത് ആവുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി വേണ്ടി വരും തോന്നുന്നു. അപ്പോൾ അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചെയ്യാം. ഇതിൻ്റെ ഈ ഔട്ടർ തൊലിയും കളഞ്ഞിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ, അവരേക്കായ് സാമ്പാർ. അപ്പോൾ ഈ ഔട്ടർ തൊലി ഇവിടെയുള്ളവരുടെ വിശ്വാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, നമ്മൾ റോഡിൽ വണ്ടികൾ പോകുന്ന റോഡിൽ ഇട്ടാൽ വലിയ കുഴപ്പം ആരോഗ്യത്തിനൊന്നും പറ്റില്ല എന്നാണ്. സാധാരണ നമ്മുടെ ചക്കക്കുരുവിൻ്റെ അതേ ഒരു എഫക്റ്റാണ് ഇത് കേട്ടോ. പക്ഷേ അവരുടെ വിശ്വാസപ്രകാരം ഈ തൊലി റോഡിലിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്രാവശ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ശരി, ഹായ് കൂട്ടുകാരെ, പറയൂ. പറഞ്ഞോ. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. ഒരു പക്ഷി പറഞ്ഞിട്ടാ. അപ്പോ നമ്മളാരാന്നോ? വിദ്യാൻഷീൻ. പറഞ്ഞോ. ടൈംലെസ് ട്രാവൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ കിടന്ന് വിമ്മിഷ്ടപ്പെടുന്ന പറയാൻ പാടില്ലേ? എപ്പോഴും ഞാൻ പറഞ്ഞ ശരിയാവില്ല. ആയിക്കോട്ടെ, ശരി, കുട്ടി പറഞ്ഞു. ഇനി എന്താ? അപ്പൊ ഇത് മകരമാസത്തിലെ മരം കോച്ചുന്ന തണുപ്പെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ഇവിടെ നല്ല വെയിലാണിപ്പം. അപ്പോ ഈ ബാംഗ്ലൂരിന്റെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മകരമാസം വരാറാവുമ്പോഴത്തേക്കും അവരേക്കായ് ഒരു സംഭവം ഉണ്ട്. അവരേക്കായ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടില് അമരയ്ക്ക. അതിനാണ് ഈ അവരേക്കായ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടില് മൂത്ത എടുക്കില്ല, പക്ഷെ ഇവിടെ മൂപ്പിച്ച് അതിന്റെ കുരുവ എടുക്കുന്നത്. അതാണ്. അപ്പൊ ആ കുരു എന്ന് വെച്ചാൽ അത് വിത്താണല്ലോ. ആ വിത്ത് കഴിക്കുമ്പോ അതിനകത്ത് നിറച്ച് പ്രോട്ടീനാണ്. ഇവിടുത്തെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഐറ്റം. ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തിലെ ഇത് കൂടുതലും ഇവിടെ ചെയ്യണത്. അതെ കൂട്ടുകാരെ, ഈ അവരേക്കായോടുള്ള സ്നേഹം കൊണ്ട് ഇവര് അവരേക്കായ കൊണ്ട് പപ്പടം, വട, ദോശ, അങ്ങനെ പല സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഉപ്പുമാവിലും വരെ ഇടും. ഉപ്പുമാവിൽ ഇട്ടിട്ട് കഴിക്കും. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായത്. ഗ്രീൻ പീസ് പോലെ അതാണ്, അത്രേ ഉള്ളൂ. അതെ. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ഒരു ഇച്ചിരി പ്രോസസ്സാണ്. അപ്പൊ ഞാൻ ഇന്ന് നമുക്ക് ബാംഗ്ലൂരിന്റെ കർണാടക സ്പെഷ്യൽ അവരേക്കായ് സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ്. സാമ്പാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാമ്പാറിന്റെ ടേസ്റ്റേ അല്ലാതായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. ഇവര് എല്ലാ കറികൾക്കല്ലേ ഇവിടെ പറഞ്ഞ ചാറുള്ള കറികൾക്കൊക്കെ ഇവിടെ പറഞ്ഞ സാമ്പാർ എന്നാണ്. പക്ഷെ സാമ്പാറിന്റെ എല്ലാ മസാലയും ഇല്ല. പക്ഷെ നോക്കൂ, ഈ സാധനമാണ് ഇതിന്റെ തൊലി കളഞ്ഞെടുത്തിരിക്കുകയാണ്. തൊലി കളഞ്ഞ് എടുത്തിരിക്കുകയാണ്. ചേച്ചി വരെ മൂടില്ല. ഇത് സവാളയും കറിവേപ്പില, തക്കാളി വഴറ്റാനുള്ളതാ കേട്ടോ. ഇത് അരയ്ക്കാനുള്ളതാ. തക്കാളി, സവാള, തേങ്ങ, പച്ചമുളക്, ഇഞ്ചി ഉണ്ടായിരുന്നു, വെളുത്തുള്ളി ഉണ്ട്, കൊത്തമല്ലി, ഫ്രഷ് കൊത്തമല്ലി ഇപ്പൊ പറിച്ചോണ്ട് വന്നോളൂ. അത് തന്നെ ഇടാനുള്ള കൊത്തമല്ലി. ഇത് മസാലക്കൂട്ട, എന്താണ് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്. ഗരം മസാല വേണ്ട. വേണമെന്നുള്ള അറിവ്. ഇത്തിരി കടുക്.
ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ളവര് ഗരം മസാല പട്ട ഗ്രാമ്പൊക്കെ ഇട്ടായിരുന്നു. ഇല്ല ഇതിനങ്ങനെ വേണ്ടല്ലേ? അപ്പൊ ഞാനിത് തുടങ്ങട്ടെ. എങ്ങനെയാ ചെയ്യാൻ പോവാ? അപ്പൊ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കടുക് താളിക്കാം ആദ്യം. കടുക് താളിക്കുക. അത് ചൂടായിട്ടല്ലേ കടുകണ്ട? ഇല്ല, ഇപ്പൊ ചൂടാക്കിക്കോളൂ. ആണോ? അധികം സമയം പിടിക്കില്ല. അപ്പൊ നമ്മളത് ഇട്ടു. അപ്പൊ അത് ഒരു നിമിഷം അടച്ചു വെക്കണം. അടച്ചു വെച്ചു, അല്ലെങ്കിൽ നമ്മുടെ നെയ്തൊക്കെ പൊട്ടിത്തെറിക്കും. അരക്കാം അല്ലേ? അരയ്ക്കാനുള്ള എടുക്കാം. കടുക് പൊട്ടട്ടെ. അയ്യോ ഇപ്പൊ എന്തോന്ന് താഴത്തേക്ക് പോയാന്. എന്നാടോ അത്? അപ്പൊ നമ്മൾ ഈ ഇഞ്ചി മുറിച്ചിടാണ്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ സാധാരണ സാമ്പാറിൽ ഇഞ്ചി ഒന്നും ഇടില്ലല്ലോ? ഇടില്ല, ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും ഇടില്ല. പക്ഷെ ഇതിനകത്ത് ഭയങ്കര ഗ്യാസ് ആണെന്നാണ് പറയുന്നത്. നമ്മുടെ ചക്കക്കുരുവിന്റെ അതേ എഫക്റ്റ് ആണെന്നാ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാതെ നമ്മൾ പണി വാങ്ങിച്ച് കെട്ടാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം മുളകിട്ടു, പിന്നെ ഇഞ്ചി ഇട്ടു, പിന്നെന്താണ് വെളുത്തുള്ളി കുറച്ചധികം തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയാ ഇല, മല്ലിയുടെ ഇല. പിന്നെ നമ്മൾ ഇടേണ്ടത് തക്കാളി. ഇത് 2 പ്രാവശ്യമായിട്ട് അരയ്ക്കാം നമുക്ക്. ആയിക്കോട്ടെ. ഒരു പ്രാവശ്യം കൊണ്ട് തികയില്ല. അപ്പൊ ഇത്രയും അരച്ചിട്ട് നല്ല പോലെ അരയ്ക്കണം, തരിയില്ലാതെ. അപ്പൊ ഇത് അരയ്ക്കുന്നത് വേണ്ട. നമ്മള് കടുക് പൊട്ടിയിട്ടുണ്ട്, കറിവേപ്പില ഇട്ടു, നമ്മുടെ ഉള്ളി ഇട്ടു കേട്ടോ. അപ്പൊ അത് വഴലുന്ന വരയ്ക്കും നമ്മൾ ബാക്കി പരിപാടികളൊക്കെ നമുക്ക് റെഡിയാക്കാനുള്ളതൊക്കെ നമ്മൾ റെഡിയാക്കാം. കണ്ടോ? സവാള ഒന്ന് ഒരു ഗ്ലാസ് ഉപ്പിടാം അല്ലേ? വഴണ്ട് വരാൻ. വഴലട്ടെ ഒന്ന് ഇളക്കിയിട്ട് അങ്ങനെ അടച്ചു വെക്കാം. അപ്പൊ നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം പാരലലി. അപ്പൊ അരക്കാതോ. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ളൊക്കെ അരച്ചത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതൊന്ന് കഴുകി എടുക്കണം മിക്സിയിൽ, അതിന്റെ വെള്ളം കഴുകി ഒഴിച്ചു. ഇനി നമുക്ക് തക്കാളി ഇടാം അല്ലേ? തക്കാളി ഇടാടോ. തക്കാളി എന്നിട്ട് ഇതൊന്ന് വതങ്ങി വരുമ്പോൾ നമുക്ക് അവരേക്കായും കൂടി ഇടണം കേട്ടോ. അടച്ചു വെക്കാം അല്ലേ? ആയിക്കോട്ടെ.